ഹരേ കൃഷ്ണ. നാരായണീയ കൗതുകം, ശ്രീമൻ നാരായണീയം, ദശകം 5, രണ്ടാമത്തെ ശ്ലോകം. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു തേഷാം നൈവ വദന്ത്യ സത്വമയി ഭുഭോ ശക്ര്യാത്മനാ തിഷ്ഠതം നോ ചേൽ കിം ഗഗനപ്രസൂനസദൃശം ഭൂയോ ഭവേത് സംഭവഃ. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശം ഭൂയോ ഭവേത് സംഭവഃ. ഹേ വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ സ്വസ്വരൂപാനുസന്ധാന സ്വരൂപലീലയിലെ രതി അവിടുത്തേക്ക് ഉൽപ്പന്നമാകുന്നു. ആ സമയത്ത് കാലം, കർമ്മം, ഗുണം, ജീവസമൂഹം, അഖിലമായി കാണുന്ന ഈ വിശ്വം, ഈ മായയുടെ ഈ സർവ കാര്യങ്ങളും ചിൽസ്വരൂപനായിരിക്കുന്ന അവിടുന്നിൽ അദൃശ്യമായിരിക്കുകയാണ്. ആ സമയത്ത് കൂടി ശ്രുതികൾ ആ കാരണരൂപമായ അങ്ങയിൽ സ്ഥിതമായി ഈ കാലകർമാദികളെ സത്താഹീനമാക്കി മാറ്റുന്നില്ല. അന്യഥ ഇവയെ സത്താഹീനമെന്ന് മാനിച്ചാലും ആകാശകുസുമം കണക്കെ ഇവയെ പ്രളയാന്ത്യത്തിൽ ഉൽപ്പന്നമാക്കുന്നു. അതില്ലയോ എന്നാണ് ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അല്ലയോ വിഭോ, ആ സത്വാദി ഗുണങ്ങളും അവയ്ക്ക് ക്ഷോഭത്തെ ഉണ്ടാക്കുന്ന കാലവും ജീവാത്മാക്കളുടെ പുണ്യപാപങ്ങളും ജീവാത്മാക്കളും എന്ന് വേണ്ട മായാകാര്യങ്ങളെല്ലാം തന്നെ അങ്ങ് ചിദാനന്ദസ്വരൂപമായ തന്നിൽ തന്നെ രമിച്ചുകൊണ്ട് യോഗനിദ്രയെ ആരംഭിച്ചപ്പോൾ അതിൽ അടങ്ങിപ്പോയി. അങ്ങനെ നിന്ദ്രവടിയിൽ ആ കാരണസ്വരൂപമായി നിന്നിരുന്ന അവ തീരെ ഇല്ലാതായി എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ആകാശകുസുമം പോലെ ഇരിക്കുന്ന അവ വീണ്ടും സംഭവിക്കുമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതെയോ സർവവ്യാപിയായവനെ ഗുരുവായൂരപ്പ എന്നാണ് പറയുന്നത്. സർവവ്യാപിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, ഈ പ്രളയകാലത്ത് ആ കാലം കൊണ്ടുണ്ടാവുന്ന സുഹൃത ദുഷ്കൃതങ്ങൾ, ആ കർമ്മവും ആ സത്വരജസ്തമസ്സുകൾ എന്ന ഗുണങ്ങൾ, അങ്ങനെ ആ ജീവികളുടെ സമൂഹം, ആ മായാകാര്യങ്ങളായിട്ടുള്ള പ്രപഞ്ചം, ഇവ ചില്ലീലയിൽ താല്പര്യത്തെ പ്രാപിച്ചവനായ അങ്ങയുടെ ആ ഒരു ചിൽക്കൊടി ലീല എന്നാണ് പറയുക. ആ പുരികത്തിൻ്റെ ഒരു ചെറിയ വളവ്, അതങ്ങനെ ഒന്ന് അനക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ സൃഷ്ടി എന്ന് പറയപ്പെടുന്നത്. ചില്ലീലാരതി മേയുഷി ത്വയി തദാ, ചില്ലീലയിൽ ആ താല്പര്യത്തെ പ്രാപിച്ചവനായിരിക്കുന്ന അങ്ങയിൽ വിശേഷം അത് ലയിച്ചു കിടക്കുകയാണ്. അങ്ങനെ ആ ശക്തികളായിട്ട് വർത്തിക്കുന്ന അവയ്ക്ക് ആ കാലം രണ്ടാമത് വരുന്ന സമയത്ത് ആ അസത്വം, അതായത് തീരെ ഇല്ലായ്മ എന്ന അവസ്ഥ അവിടെ എവിടെയും പറയണില്ല. ആ വസ്തുക്കൾക്കൊന്നും സൃഷ്ടി ഇല്ല എന്ന് എവിടെയും പറയുന്നില്ല. അത് ഭഗവാനിൽ നിർലീനമായി കിടക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് അതിനെ പറയുന്നത്. അല്ല എങ്കിൽ അസത്വം ഉണ്ട്, അങ്ങനെ അസത്ത ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആകാശകുസുമം കണക്കെ അതിനെ
അതിന് രണ്ടാമത് ഉൽപ്പത്തി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ആ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഹേ വിഭോ, അല്ലയോ സർവശക്തനായിരിക്കുന്ന ഭഗവൻ. തദാ, ആ സമയത്ത്, കാലഹ, കാലവും, കർമ്മ, ക്രിയയും, ഗുണഃ, ഗുണങ്ങളും, ജീവനിവഹാഹ ച, ആ ജീവാത്മാക്കളുടെ അസംഖവും, വിശ്വം കാര്യം ച, സമസ്ത കാര്യങ്ങളും, ഈ ലോകത്തിന്റെ സമസ്ത കാര്യങ്ങളും നിർത്തും. ചില്ലീലാരതി, ആ ആത്മാനന്ദത്തിൽ രമിക്കുക എന്ന ആ യോഗനിദ്രയിൽ ആ ആസക്തിയെ ഏയുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപിച്ചിരിക്കുന്ന ത്വയി, ആ ഭഗവാനിൽ, നിർലീനതാം, ലയിച്ചിരിക്കുക എന്ന ആ സ്ഥിതിയെ, ആയയുഹു, പ്രാപിച്ചിരുന്നു. ഐ ഭോ, അല്ലയോ ഭഗവൻ, ശക്തിയാത്മന, അവ്യക്തമായിരിക്കുന്ന ശക്തിയുടെ നിലയിൽ, തിഷ്ഠതാം, സ്ഥിതി ചെയ്യുന്ന, തേഷാം, അവയുടെ, അസത്വം, അഭാവത്തെ, നൈവ വദന്തി, അഭിജ്ഞന്മാർ ഇല്ല എന്ന് പറയുന്നില്ല. നോ ചേത്, അവ ഇല്ലാത്തവയായിരുന്നാൽ, ഗഗനപ്രസൂന സദൃശാം, ആകാശപുഷ്പതുല്യങ്ങളായിരിക്കുന്ന അവയുടെ, ഭൂയഃ, അസംഭവഃ, രണ്ടാമതും ഉള്ള ഉൽപ്പത്തി, കിം ഭവേൽ, സംഭവിക്കുന്നതാണോ? ഇതിലെ അന്വയം നോക്കാം നമുക്ക്. ഹേ വിഭോ, ഹേ വിഭോ, തദാ കാലഃ കർമ്മ ഗുണാഃ ജീവനിവഹാഃ വിശ്വം കാര്യം ച ചില്ലീലാരതിം ഏയുഷി ത്വയി നിർലീനതാം ആയുഹു ഐ ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം തേഷാം അസത്വം നൈവ വദന്തി നോ ചേൽ ഗഗനപ്രസൂനസദൃശാ ഭൂയഃ സംഭവഃ കിം ഭവേത് ഉള്ളതാണ് ഇതിലത്തെ അന്വയം വരുന്നത്. അപ്പം അതിൻ്റെ അന്വയാർത്ഥം വരുമ്പോൾ അല്ലയോ വിഭോ, സർവശക്തനായ ഭഗവൻ, ആ സമയത്ത് ആ കാലവും ക്രിയയും ഗുണങ്ങളും ജീവാത്മാക്കളുടെ സംഘവും ആ സമസ്ത കാര്യങ്ങളും ആ ആത്മാനന്ദത്തിൽ രമിക്കുക എന്ന ആ യോഗനിദ്രാവസ്ഥയിൽ ആ ആസക്തിയെ പ്രാപിച്ചിരിക്കുന്ന ആ ഭഗവാനിൽ അത് ലയിച്ചിരിക്കുക എന്ന സ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ അല്ലയോ ഭഗവൻ, അവ്യക്തമായ ശക്തിയുടെ നിലയിൽ അത് അവിടെ സ്ഥിതി ചെയ്തിരുന്ന അവയുടെ ആ അഭാവത്തെ അഭിജ്ഞന്മാർ ഇല്ല, അഭാവത്തെ അഭിജ്ഞന്മാർ പറയുന്നില്ല. അവ ഇല്ലാത്തവയായിരുന്നാൽ ആകാശപുഷ്പതുല്യങ്ങളായിരിക്കുന്ന അവയുടെ ആ രണ്ടാമതും ഉള്ള ഉൽപ്പത്തി സംഭവിക്കുന്നതാണോ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം നമുക്ക് അതിലത്തെ ആ ഒരു വ്യാഖ്യാനം ഒന്നുകൂടി അതിലത്തെ ആ ഒരു അന്വയം നോക്കാം നമുക്ക്. വിഭോ തദാ കാലഃ കർമ്മഗുണാഃ ച ജീവനിവഹാഃ കാര്യം വിശ്വം ച ചില്ലീലാരതിം ഏയുഷി ത്വയി നിർലീനതാം ആയുഹു ഐ ഭോ ശക്ത്യാത്മനാതിഷ്ഠതാം തേഷാം അസത്വം ന ഏവ വദന്തി നോ ചേൽ ഗഗനപ്രസൂനസദൃശാം തേഷാം ഭൂയഃ സംഭവഃ കിം ഭവേത്. അസത്വത്തെ അംഗീകരിച്ചാൽ ആകാശകുസുമ തുല്യങ്ങളായിട്ട് അപ്പോൾ പുനരുൽപ്പത്തി സംഭവിക്കുകയില്ല.
ചില്ലീല എന്ന് പറയുന്നത് സാക്ഷാൽ ആ ചിത്തിൽ സ്വസ്വരൂപാനുസന്ധാനത്തിൽ ലയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് വ്യാഖ്യാനം നോക്കാം. കിംച ഹേ വിഭോ തദാ ചില്ലീലാരതിമേയുഷി ത്വയി കാലഃ കർമ്മഃ ഗുണാശ്ച ജീവനിവഹാഃ വിശ്വം കാര്യം ച നിർലീനതാമായേക്കു. അപ്പോൾ ഇവിടെ പറയുന്നത്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ചില്ലീലാരതിമേയുഷി, ആ സ്വസ്വരൂപാനുസന്ധാനം എന്ന ലീലയിൽ ആ കാലം, കർമ്മം, ഗുണം, ആ ജീവസമൂഹങ്ങൾ, ആ വിശ്വം, കാര്യവും ആ കാരണം, വിശ്വം, ആ പ്രപഞ്ചം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങയിൽ നിർലീനതമായി ലയിച്ചിരിക്കുകയായിരുന്നു. ഇത് തുടങ്ങുമ്പോൾ അപ്പൊ വിഭോ സർഗസ്ഥിതി ലയ നിദാനഭൂത, ഭഗവാൻ ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും നിദാനം ആയിട്ട് ഭവിക്കുകയാണ്. ആ ചില്ലീലാരതിമേ സ്വസ്വരൂപാനുസന്ധാനം ലീല എന്ന് പറയുമ്പോൾ അദ്ദേഹം രണ്ടാമത് ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് നിദാനഭൂതമാവുകയാണ്. അനേന സംബോധനേന നിർലീനതാം ആയു ഉപപത്തിർദർശിത. എല്ലാം ആ ഭഗവാനിൽ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആ യോഗനിദ്രാവസ്ഥയിലാണ് ആ ഭഗവാൻ ഇരിക്കുന്നത്. തഥാ ബ്രഹ്മപ്രളയേ, അതിന് ബ്രഹ്മപ്രളയം എന്നാണ് പറയുക. ചില്ലീലാരതിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിദാനന്ദേ യാ ലീലാ വിഹാര, ആ ചിൽ സ്വരൂപത്തിൽ അങ്ങനെ സ്വന്തം ലീലകളുടെ വിഹാരമായിട്ട് ഇരിക്കുമ്പോൾ ചില്ലീലാരതി മേ എന്നുള്ളതിൻ്റെ അർത്ഥം സ്വരൂപാനുസന്ധാനം ഇതി യാവത്. ആ സ്വരൂപാനുസന്ധാനം പ്രവർത്തിക്കുമ്പോൾ തത്ര രതിമിച്ഛാം, അതിൽ ആ ഇച്ഛ വരുന്ന സമയത്ത് ഏയുഷി പ്രാപ്നുവന്തി, ആ സകല സംഭവങ്ങളും ആ ഭഗവാനിൽ നിന്നും, ഭഗവാനിൽ പ്രാപിച്ചിരിക്കുന്ന സകലതും യോഗനിദ്രാം ആരബ്ധുമിച്ഛതി ഇത്യർത്ഥ. ആ യോഗനിദ്രയിൽ എല്ലാം ആ ഭഗവാനിൽ അങ്ങനെ പ്രലീനമായിട്ട് ഇരിക്കുന്നു. ത്വയി സച്ചിദാനന്ദാത്മകേ, അവിടുന്ന് ആ സച്ചിദാനന്ദാത്മക സ്വരൂപമാണ്. കാലഹ, അപ്പോൾ കാലം, കാലാഖ്യശക്തി, കാലമാകുന്ന ശക്തി. കർമ്മം ജീവാദൃഷ്ടം, കർമ്മം എന്ന് പറഞ്ഞാൽ ജീവന്മാരുടെ അദൃഷ്ടമായിരിക്കുന്ന ജീവ അവസ്ഥ കർമ്മം. ഗുണാഹ സത്വരജസ്തമാംസി, ഗുണങ്ങള്, 3 ഗുണങ്ങള്, ത്രിഗുണങ്ങള്, സത്വം രജസ തമസ്, ഇവയൊക്കെ ജീവനിവഹാഹ, ജീവാനാം നിവഹാഹ, ജീവന്മാരുടെ സമൂഹം, സമൂഹാഹ. കിം ബഹുന, എന്തിനു പറയുന്നു? വിശ്വം സമസ്തം, ഈ ലോകം മുഴുവനും, സർവം സമസ്തം കാര്യം, എല്ലാ കാര്യവും, മായാപ്രപഞ്ച, ഈ മായയുടെ ആകുന്ന ഈ പ്രപഞ്ചത്തിന്റെ സകല പ്രവർത്തികളും ആ ഭഗവാനിൽ ആ സമയത്ത് ആ യോഗനിദ്രയിൽ നിർലീനമായിട്ട് കിടക്കുന്നു എന്നർത്ഥം. നിർലീനതാം നിതരാം ലീനതാം അദർശനം, അത് ഭഗവാനിൽ അങ്ങനെ ലയിച്ചു കിടക്കുമ്പോൾ ആ സൃഷ്ടി കാണപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും കാണപ്പെടുന്നില്ല എന്നർത്ഥം. ആയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം. ശുക്ലരക്ത കൃഷ്ണതന്തു സമുദായ രൂപ രജ്ജുവത് സത്വരജസ്തമോ ഗുണസമുദായ രൂപ ഭൂൽ പ്രകൃതിർ ജന്തുപിണ്ഡേ സുവർണരേണുവത് സ്വസ്യാം സ്വസ്വകർമ്മവാസനാഭിഃ സഹ വിലീനൈർ അനന്ത. വിലീനൈർ അനന്ത കോടിഭിർജീവൈഃ കാലാഖ്യശക്തിയാ ച സഹ ത്വയി വിലീനാഭൂതിത്യർത്ഥഃ. എല്ലാ സംഭവങ്ങളും ആ ഭഗവാനിൽ വിലീനമായിരിക്കുന്നു എന്നർത്ഥം. ഈ
ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ജീവന്മാരിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ കാണപ്പെടുന്ന വസ്തുക്കളുടെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ശുക്ല രക്ത കൃഷ്ണ തന്തു സമുദായ രൂപ രജ്ജു സത്വരജസ്തമോ ഗുണ സമുദായ രൂപ ഭൂത് പ്രകൃതിർജന്തുപിണ്ഡേ സുവർണരേണുവത് സ്വസ്യാം സ്വസ്വകർമ്മവാസനാഭി എല്ലാ സഹ വിലീനൈർ അനന്തകോടി ആ സർവപ്രപഞ്ചവും ആ ഭഗവാനിൽ ആ കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ വിലീന ആയിരിക്കുന്നു. കാലാഖ്യ ശക്തിയാ കാലത്തിന്റെ ശക്തി കൊണ്ട് അത് വിലീനമായിരിക്കുന്നു. നനു കിമിതി തേ വിലീന ബഭൂർ ഇത്യുച്ചത്. എന്നാൽ ആ വിലീനമായുള്ളത് പിന്നീട് അത് ഉണ്ടാവുന്നു, സംഭവിക്കുന്നു ഇല്ലയോ എന്നുള്ളതാണ്. വിനഷ്ട ബഭൂർ ഇത്യേവോച്യതാം ഇത്യതഃ. നഷ്ടപ്പെടുന്നുണ്ടോ അതിൽ എന്നുള്ളതാണ്. ഇല്ല, നഷ്ടപ്പെടുന്നില്ല, അതവിടെ ഇല്ലാത്തതാവുന്നില്ല എന്നർത്ഥം. ഐ ഭോ തേഷാം അസത്വം ന വദന്തി. അതുകൊണ്ട് അതിനെ അസത്ത് എന്ന് വിളിക്കാൻ പറ്റില്ല. ആ കാര്യങ്ങളെ ഒന്നും, ഭഗവാനിൽ നിർലീനമായിരിക്കുന്ന ഈ സംഭവങ്ങളെ ഒന്നും അസത്കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭോ ഇത്യനന്തരം ഭഗവൻ ഇതി ശേഷ. ഈ ഇത്യനന്തരം ഭഗവൻ ഇതി ശേഷ, ആ ശേഷം ആ ഭഗവാനിൽ അത് ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. തേഷാം അവ കാലഹ കാലാദീനാം എല്ലാ കാലാദി തുടങ്ങിയിരിക്കുന്ന സകല അശരീരാദി സകല സംഭവങ്ങളും അസത്വം സദ്ഭാവാഭാവം ഇവയൊക്കെ ഗഗനകുസുമവത് ആകാശകുസുമം കണക്കെ ന വദന്തി, അങ്ങനെയും പറയാൻ പറ്റില്ല. ന വർണ്ണയന്തി ശ്രുതിദ്രഷ്ടാര ഇതി ശേഷഃ. ആ ശ്രുതികള് ഏവകാരയോഗാഖ്യച്ഛേദാർത്ഥഃ ഇതിനെ പറ്റിയിട്ട് അത്രോപപത്തിമാഹ ഇങ്ങനെ പറയുന്നുള്ളൂ. ശക്തിയാത് അസന്ത, ആ ശക്തികൾ ആ ഭഗവാനിൽ വിലീനമായിരിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. ഏവേത്യശങ്ക്യ വിപക്ഷേ ബാധകമാഹ നോചേൽ ഗഗനപ്രസൂന സദൃശാം ഭൂയഃ. ഇല്ലെങ്കിൽ പിന്നെ അത് രണ്ടാമത് ആകാശ കുസുമം കണക്കെ അത് രണ്ടാമത് സംഭവിക്കില്ല. ഭവേത് കിമിതി നോചേ യേഷാം അസത്വം. അതുകൊണ്ട് തന്നെ അസത്വമായിട്ട് പറയപ്പെടുന്നില്ല. ഗഗനപ്രസൂന സദൃശാം ആകാശകുസുമ വദന്ത്യന്തമസതാം തേഷാം ഇത്യത്രാപി സമ്പദ്ധ്യതേ. അത് രണ്ടാമതും സംഭവിക്കുന്നു, ഉൽപ്പന്നമാക്കുന്നു തന്നിൽ തന്റെ ശക്തി കൊണ്ട്. ഭൂയഃ പ്രളയാവസാനത്തിൽ സംഭവ ഉൽപ്പത്തി സംഭവിക്കുന്നു. കിം ശബ്ദഃ ക്ഷേപേ ന ഭവേദിത്യർത്ഥഃ. ഏതച്ചാനിഷ്ടം അധസ്തേഷാം കാരണരൂപേണാവസ്ഥാന അംഗീകർത്തവ്യം ഇതി. കാരണസ്വരൂപമായ അങ്ങയിൽ ഇവയെല്ലാം നിർലീനമാവുകയും രണ്ടാമത് ആ സ്വസ്വരൂപസന്ധാന ലീലയിൽ അങ്ങയുടെ ആ ഇച്ഛയാൽ രണ്ടാമതും അതിന്റെ ഉൽപ്പത്തി ആ പ്രളയത്തിന് ശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് ഇതിൽ പറയുന്നു. അപ്പോ കാലം, കർമ്മം, സത്വാദി ഗുണങ്ങള് ജീവാത്മാക്കള് എന്നു തന്നെ അല്ല, സമസ്ത ജീവജാതി വസ്തുക്കളും ശക്തി സ്വരൂപത്തിൽ ആത്മാവിൽ ലയിച്ച് ഇരിക്കുന്നുണ്ടെന്ന് കൽപ്പിക്കണം. അങ്ങനെ ആ ശക്തിയുടെ ദൃശ്യമായിട്ടുള്ള പരിണാമമാണ് ഈ പ്രപഞ്ചം.
വാസ്തവത്തിൽ ഈ വസ്തുക്കളെല്ലാം തീരെ ഇല്ലാത്തവയാണെങ്കിൽ ആ ഗഗനകുസുമം അത്യന്തം അവിദ്യമാനമായ ഈ പ്രപഞ്ചം എങ്ങനെ ആവിർഭവിക്കും? അവിദ്യമാനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയപ്പെടുന്നത് എങ്കിലും അത് പിന്നെ രണ്ടാമത് എങ്ങനെ ആവിർഭവിക്കുക എന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ ശക്തിയാണ്. അതുകൊണ്ട് യുക്തി വിചാരിച്ചു നോക്കിയാലും പ്രപഞ്ചഹേതുവായിരിക്കുന്ന ആ മായാശക്തിയിലാണ് ആ സർവ വസ്തുക്കളും സൂക്ഷ്മമായിട്ട് ലയിച്ചു കിടക്കുന്നുണ്ടെന്ന് തന്നെ ഊഹിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശ്രുതിസിദ്ധമായ ആ സിദ്ധാന്തം അനുമാനം കൊണ്ട് ഇവിടെ ദൃഢീകൃതം ആക്കുകയാണ് ചെയ്യുന്നത്. കാല കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായു തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാധിഷ്ഠതാം നോ ചേൽ കിം ഗഗനപ്രസൂന സദൃശം ഭൂയോ ഭവേത് സംഭവഃ.